ആര്യയുടെ വിരലുകൾ അനഘയുടെ മുടിയിലൂടെ തലോടിക്കൊണ്ടേയിരുന്നു. ആ വാക്കുകളിൽ ഒരുതരം സാന്ത്വനമുണ്ടായിരുന്നു. എങ്കിലും പെയ്തൊഴിയാത്ത കർക്കിടക മഴ പോലെ സിദ്ധാർത്ഥിന്റെ ഓർമ്മകൾ അനഘയുടെ ഉള്ളിൽ അപ്പോഴും ബാക്കിയായിരുന്നു. കാലത്തിന് മായ്ക്കാനാവാത്ത ഏതോ ഒരു മുറിവായി ആ പ്രണയം അവിടെ തങ്ങി നിന്നു. പിറ്റേന്ന് അനഘ ഉണർന്നെണീറ്റ് ഒരു ഭാരവുമായിട്ടാണ്. കണ്ണുകൾ കരഞ്ഞു കലങ്ങി ചുവന്നിട്ടുണ്ട്. മുഖത്താകെ ഒരു വാട്ടം. അടുക്കളയിലേക്ക് അവൾ നടന്നു നീങ്ങിയത് ഒരു യന്ത്രപ്പാവയെ പോലെയായിരുന്നു. പതിവുള്ള പ്രസരിപ്പില്ല അവളിൽ. ചുണ്ടിൽ ആരെയും പ്രഭാവലയത്തിലാക്കുന്ന ആ ചിരിയുമില്ല. അടുക്കളയിൽ പണികൾ മുഴുകിയിരുന്നിട്ടും അവൾ ആരെയും നോക്കുകയില്ല. ആരോടും ഒരക്ഷരം മിണ്ടിയതുമില്ല. അമ്മ അവളെ ഇടക്കണ്ണിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. മകളുടെ ഉള്ളിലെ നീറ്റൽ ആ അമ്മ മനസ്സ് അറിയുന്നുണ്ട്. എങ്കിലും അവർ ഒന്നും ചോദിക്കാനും പോയില്ല. അവന് അവളെ അത്രമേൽ ഇഷ്ടമാണെങ്കിൽ അവൻ ഇങ്ങോട്ട് വന്ന് ചോദിക്കട്ടെ. അമ്മയുടെ മനസ്സ് സ്വയം പറഞ്ഞുപോയി. പക്ഷെ അവൻ്റെ ഭാഗത്തു നിന്നും അനക്കമൊന്നുമില്ല. ആ നിശബ്ദത അമ്മയെ ഭയപ്പെടുത്തി. വലിയ തറവാട്ടുകാരാണ് മാഷും ഭാര്യയും. അവരുടെ പ്രതാപത്തിന് മുന്നിൽ തങ്ങൾ വെറും സാധാരണക്കാരാണ്. പണവും പ്രശസ്തിയും മതിലുകളും തീർക്കുന്നിടത്ത് മകളുടെ പ്രണയം തട്ടിത്തകരുകയാണ്. ഇനി 2 ദിവസം കൂടി കഴിഞ്ഞാൽ നിശ്ചയമാണ്. ഇതുവരെ അവനെ ഒരു നിലപാടും എടുത്തിട്ടുമില്ല. നമ്മൾ ചെറിയവരല്ലേ. ഒരു നെടുവീർപ്പോടെ ആ ഒരമ്മയുടെ ഉള്ളം മന്ത്രിച്ചു. ആ വാക്കുകളിൽ ഒരേ സമയം നിസ്സഹായതയും മകളോടോർത്തുള്ള വേദനയും നിറഞ്ഞു നിന്നു. കുളി കഴിഞ്ഞ് ഈറൻ മാറ്റി അവൾ ഒരു പിങ്ക് നിറത്തിലുള്ള കുർത്തിയാണ് അണിഞ്ഞത്. കണ്ണാടിയിൽ നോക്കിയപ്പോൾ തടിച്ചു നിൽക്കുന്ന കണ്ണുകളും ഒളിപ്പിക്കാൻ അവൾ പാടുപെട്ടു. അമ്മ വിളമ്പിക്കൊടുത്ത ദോശയും ചട്നിയും കഴിക്കുമ്പോഴും മനസ്സ് എവിടെയോ ആയിരുന്നു. അച്ഛാ, അമ്മേ, ഞാൻ ഇറങ്ങുക. അത്രമാത്രം പറഞ്ഞ് അവൾ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. അധികം വൈകാതെ ബസ് വന്നു. തിരക്കിനിടയിൽ അകത്തേക്കു കയറി അനഘ. പക്ഷെ അറിഞ്ഞില്ല വിധി അവിടെ സിദ്ധാർത്ഥിന്റെ രൂപത്തിൽ കാത്തു നിൽപ്പുണ്ട് എന്ന്. അവളുടെ പിന്നാലെ തന്നെ സിദ്ധാർത്ഥും കയറി. ശ്വേത എന്ന ഒറ്റ ഒരുത്തി കാരണം തനിക്ക് നഷ്ടപ്പെട്ട നിധി, അതായിരുന്നു അവന് അനഘ. ബസിന്റെ ജനാലയിലൂടെ വരുന്ന കാറ്റിൽ അവളുടെ മുടിയിലകൾ പാറിപ്പറക്കുന്നുണ്ടായിരുന്നു. ആ കാർകൂന്തലിൽ അപ്പോഴും വാടിയ തുളസിക്കതിറുണ്ടായിരുന്നു. കരഞ്ഞു വീർത്ത കണ്ണുകളും ക്ഷീണിച്ച മുഖവും അവളെ ഒരു നോവായി പടർന്നിരുന്നു. ബസ്സിൽ തിരക്ക് കൂടിയതോടെ പിന്നിലുണ്ടായിരുന്നവർ മാറിയതും സിദ്ധാർത്ഥ് അവളോട് കുറച്ചുകൂടി ചേർന്ന് നിന്നു. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവളുടെ മുടിയിഴകൾക്കൂടെ അവൻ മുഖമമർത്തി. ആ തുളസിക്കതിറിൻ്റെയും മുടിയുടെയും ഗന്ധം അവനെ ഉന്മാദത്തിലാക്കി. തൻ്റെ മുടിയിൽ ആരോ അമരുന്നത് അറിഞ്ഞതും അനഘ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. സിദ്ധാർത്ഥ് സർ, അവൾ പതർച്ചയോടെ മന്ത്രിച്ചു. അവളൊന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കിയതാണ്. പക്ഷെ അടുത്ത സ്റ്റോപ്പിൽ നിന്ന് കുറെ സ്ത്രീകളും വിദ്യാർത്ഥികളും ഇടച്ചു കയറിയതോടെ അവർ തമ്മിലുള്ള അകലം ഇല്ലാതായി. അവൻ അവളോട് തീർത്തും ഒട്ടി നിന്നു. തിരക്കിനിടയിൽ ആരും കാണാതെ അവൻ അവളുടെ കഴുത്തിൽ ഒന്ന് മൃദുവായി മുത്തി. ഇതല്ലാതെ സിദ്ധാർത്ഥിന് മറ്റു വഴികളൊന്നുമില്ല. വേറെ എവിടെ ചെന്നാലും അവളെ കാണാനും കഴിയില്ല. ക്ലാസ്സിലാണെങ്കിൽ മുഖം വീർപ്പിച്ചു നിൽക്കും പെണ്ണ്. അനഘ ഒരു നടുക്കത്തോടെ അവനെ രൂക്ഷമായി നോക്കി. അവളിലെ ഓരോ പ്രവൃത്തിയും അവൻ അത്രമേൽ പ്രിയപ്പെട്ടതാണ്. അവളുടെ ആ നോട്ടം അവനെ ഭ്രാന്ത് പിടിപ്പിക്കുന്നതാണ്. എന്താ സെറി കാണിക്കുന്നത്? പെട്ടെന്നായിരുന്നു അവളുടെ ചോദ്യം. പക്ഷെ ആ ചോദ്യം കേൾക്കാത്ത രൂപത്തിൽ അവൻ വേറെ എങ്ങോട്ടോ ദൃഷ്ടികൾ പായിച്ചു. എന്നാൽ അതേ സമയത്താണ് ബസ് സഡൻ ബ്രേക്ക് ഇട്ട് ബാലൻസ് കിട്ടാതെ മുന്നോട്ടാഞ്ഞ അനഘയെ അവൻ തൻ്റെ നെഞ്ചോട് ചേർത്ത് ഇറുകെ പുണർന്നു. ആ നിമിഷം അവളൊന്ന് കോരിത്തരിച്ചു പോയി. അവൾ അവനിൽ നിന്ന് മാറാൻ ശ്രമിച്ചതും വിടാൻ അനുവദിക്കാതെ അവൻ അവളെ ഇറുകെ പുണർന്നു. ആ നിമിഷത്തിൻ്റെ ആയം ആസ്വദിച്ചുകൊണ്ട് അവൻ അവളെ ചേർത്ത് തന്നെ അപ്പോഴും പിടിച്ചു നിന്നു. എന്നാൽ അവളിലാണെങ്കിലോ ആരെങ്കിലും ശ്രദ്ധിക്കുമോ എന്ന പേടിയുമുണ്ട്. കോളേജ് സ്റ്റോപ്പിൽ ബസ് നിർത്തിയതും അനഘ പുറകിലേക്ക് തിരിഞ്ഞു നോക്കാതെ വേഗത്തിൽ നടന്നു നീങ്ങി. പിന്നിൽ സിദ്ധാർത്ഥ് ഉണ്ടെന്നറിയാമായിരുന്നിട്ടും അവൾ അറിയാതെ ഭാവം നടിച്ചു. സിദ്ധാർത്ഥും ഒന്നും മിണ്ടിയില്ല. ആ തിരക്കിനിടയിൽ തൻ്റെ പ്രണയം ഒരു നിഴലായി അവളെ പിന്തുടർന്നു. ക്ലാസ് മുറിയിലെത്തിയ അനഘയെ വരവേറ്റത് ശ്വേതയുടെ അട്ടഹാസമാണ്. വലിയൊരു ബോക്സ് നിറയെ മധുര പലഹാരങ്ങളുമായി അവൾ കൂട്ടുകാരികൾക്ക് ചുറ്റും നിൽക്കുന്നു. കുറെ ചോക്ലേറ്റ്, സ്വീറ്റ്സ് എല്ലാമുണ്ട്.
അനഘയെ കണ്ടതും ശ്വേതയുടെ മുഖത്തൊരു പുച്ഛം മിന്നിമറഞ്ഞു. ദാ ഇത് പിടിച്ചോ. ഒരു ലഡു അനഘയുടെ കയ്യിലേക്ക് അമർത്തി വെച്ചുകൊണ്ട് ശ്വേത പരിഹാസത്തോടെ പറഞ്ഞു. നീയും കുറെ മോഹിച്ചതല്ലേ ഈ ലഡു തിന്നാൻ? ഞാൻ നിന്നോട് അപ്പയെ പറഞ്ഞതല്ലേടി അനഘെ. നിന്റെ ഈ നിലയ്ക്കും വിലക്കും പറ്റിയ ഏതെങ്കിലും കൃഷിക്കാരനെയോ മീൻകാരനെയോ നോക്കാൻ. അല്ലാതെ വലിയ തറവാട്ടുകാരെ തന്നെ വേണമെന്ന് വാശി പിടിച്ചാൽ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. ചുറ്റുമുള്ളവർക്കിടയിൽ ഒരു കൂട്ടച്ചിരി ഉയർന്നു. ശ്വേത വീണ്ടും തുടർന്നു. എല്ലാവരും വരണം കേട്ടോ. ഞാനും സിദ്ധാർത്ഥ സാറും തമ്മിലുള്ള വിവാഹ നിശ്ചയം ഉറപ്പിച്ചു. അതിൻ്റെ മധുരമാണിത്. ശ്വേതയുടെ ഓരോ വാക്കുകളും അനഘയുടെ നെഞ്ചിൽ തുളച്ചു കയറുന്നതായിരുന്നു. സഹപാഠികളുടെ കളിയാക്കലുകൾക്ക് മുന്നിൽ തളർന്നു പോകാതെ അവൾ ഒന്ന് പാടുപെട്ട് പുഞ്ചിരിച്ചു. ആ ലഡു വാങ്ങി അവൾ ഒരു കഷ്ണം വായിലേക്കിട്ടു. പക്ഷെ അത് തൊണ്ടയിൽ നിന്നും താഴേക്ക് ഇറങ്ങുന്നില്ലായിരുന്നു. ആ മധുരത്തിന് കയ്പിനേക്കാൾ തീക്ഷ്ണതയുണ്ടെന്ന് അവൾ തിരിച്ചറിഞ്ഞു. കൈക്കടി, നിനക്കിത് കിട്ടാൻ ഭാഗ്യം വേണം. മനക്കോട്ട കെട്ടാൻ എളുപ്പമാ, പക്ഷെ ഇത് പണിയാൻ വിയർക്കും. സാറിൻ്റെ തറവാടിൻ്റെ പടിവാതിൽക്കൽ കടക്കാൻ നിന്നെപ്പോലെയുള്ളവർക്ക് പറ്റില്ലെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ അല്ലേ? അനഘയുടെ അടുത്തുനിന്ന് കൂട്ടുകാരി മെല്ലെ ചോദിച്ചു. എന്താടി അനഘ നിനക്ക് പറ്റിയത്? മുഖമാകെ വാടിയിരിക്കുകയാണല്ലോ. ഇവർ പറയുന്നതൊന്നും നീ സാരമേക്കാണ്ട. അനഘ ഒന്ന് കഷ്ടപ്പെട്ട് അവളോട് മാത്രമായി ചിരിച്ചു. ഒന്നുമില്ലടാ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. എനിക്ക് ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ഒന്ന് ലൈബ്രറി വരെ പോകണം. അവൾ അവിടെ നിന്ന് വേഗത്തിൽ നടന്നു നീങ്ങി. ഉള്ളിൽ പൊട്ടിക്കരയാൻ വെമ്പുന്ന മനസ്സിനെ പിടിച്ചു നിർത്താൻ അവൾ പാടുപെടുന്നുണ്ടായിരുന്നു. നീണ്ട അരമണിക്കൂറിന് ശേഷം അവൾ ക്ലാസ്സിലേക്ക് കയറി. ശ്വേത ഒരു പരിഹാസ ചിരികൾക്കിടയിൽ ശ്വാസം മുട്ടി നിൽക്കുമ്പോഴാണ് ക്ലാസ് മുറിയിലേക്ക് സിദ്ധാർത്ഥ് കടന്നു വരുന്നത്. എല്ലാവരും പെട്ടെന്ന് നിശബ്ദരായി. പക്ഷെ ശ്വേതയുടെ മുഖത്ത് ആ വിജയച്ചിരി വിടർന്നു തന്നെ നിന്നു. അവൾ ഒരു വലിയ ലഡുവും കയ്യിലേന്തി സിദ്ധാർത്ഥിൻ്റെ അടുത്തേക്ക് ചെന്നു. സാർ, ഇത് കഴിക്കണം. നമ്മുടെ വിശേഷം ഞാൻ എല്ലാവരോടുമായി പറഞ്ഞു. എല്ലാവർക്കും വലിയ സന്തോഷവുമായി. ശ്വേത അവകാശത്തോടെ സിദ്ധാർത്ഥിൻ്റെ അരികിൽ തന്നെ നിന്നുകൊണ്ട് പറഞ്ഞു. സിദ്ധാർത്ഥിൻ്റെ കണ്ണുകൾ പക്ഷെ തിരിഞ്ഞത് ക്ലാസ്സിലെ മൂലയിൽ തനുകുലിച്ചിരിക്കുന്ന അനഘയായിരുന്നു. അവളുടെ കയ്യിൽ പകുതി മുറിഞ്ഞ ലഡു ഇരിക്കുന്നത് അവൻ കണ്ടു. അവളുടെ കണ്ണുകൾ ഇപ്പോഴും നിറഞ്ഞു തുളുമ്പാൻ പാകത്തിന് വിങ്ങിയിരിപ്പുണ്ട്. സിദ്ധാർത്ഥ് ശ്വേത കൊടുത്ത ലഡു വാങ്ങിയില്ല. പകരം ഗൗരവത്തിൽ പറഞ്ഞു. ശ്വേത, ഇത് ക്ലാസ്സാണ്. മധുരവിതരണം ചെയ്യാൻ നീ ഇവിടെ വരേണ്ടത്. നിന്റെ സീറ്റിൽ പോയിരിക്ക്. ക്ലാസ്സിലാകെ ഒരു മരവിപ്പ് വളർന്നു. ശ്വേതാമുഖം പെട്ടെന്ന് വാടി. അവൾ ദേഷ്യത്തോടെ അനഘയൊന്ന് നോക്കി തൻ്റെ സീറ്റിലേക്ക് നടന്നു. അറ്റൻഡൻസ് എടുക്കുന്നതിനിടയിൽ സിദ്ധാർത്ഥ് അനഘയെ പേര് വിളിച്ചു. അനഘ. അവൾ പതുക്കെ എഴുന്നേറ്റ് നിന്നു. ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. സർ. അവൾ വെക്കി. സിദ്ധാർത്ഥ് പുസ്തകത്തിൽ നിന്ന് കണ്ണെടുത്ത് അവളെ നേരിട്ട് നോക്കി. ആ നോട്ടത്തിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. നീ എന്തിനാ ഇതൊക്കെ കേട്ട് നിൽക്കുന്നത്? എന്നെ നിനക്ക് വിശ്വാസമില്ലേ എന്ന് ആ കണ്ണുകൾ ചോദിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. ക്ലാസ് കഴിഞ്ഞ് സിദ്ധാർത്ഥ് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ അനഘയുടെ അടുത്തുകൂടി പോയപ്പോൾ പതിഞ്ഞ സ്വരത്തിൽ അവളോടായവൻ പറഞ്ഞു. ക്ലാസ് കഴിഞ്ഞ് സ്റ്റാഫ് റൂമിലേക്ക് വരണം. എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അനഘ ചുറ്റും നോക്കി. എല്ലാവരും അവരെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ശ്വേതയുടെ കണ്ണുകൾ കനലെരിയുന്നുണ്ടായിരുന്നു. അനഘയുടെ ഉള്ളിൽ ഒന്ന് മന്ത്രിച്ചു. എന്തിനാ സാർ എന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? നമ്മൾ തമ്മിലുള്ള ദൂരം എനിക്ക് നന്നായി അറിയാം. ആ വലിയ തറവാട്ടിലെ മരുമകളാകാൻ ഈ പാവം അനഘക്ക് കഴിയില്ല. ക്ലാസ് കഴിഞ്ഞ് സിദ്ധാർത്ഥ് ഇറങ്ങിയതും അനഘ തൻ്റെ പുസ്തകങ്ങൾ ബാഗിലേക്ക് ഒതുക്കി സ്റ്റാഫ് റൂമിലേക്ക് ചെല്ലാൻ സാർ പറഞ്ഞത് അവളുടെ ഉള്ളിൽ ഒരു ഭയമായി വളർന്നു. അവൾ എഴുന്നേൽക്കാൻ തുടങ്ങിയപ്പോഴേക്കും ശ്വേത അവളുടെ കൂട്ടുകാരും അനഘയുടെ ഡെസ്കിന് മുന്നിൽ നിന്നു കഴിഞ്ഞിരുന്നു. ശ്വേതയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു. കയ്യിലുള്ള ലഡു ബോക്സിൽ അവൾ ഡെസ്കിലേക്ക് ആഞ്ഞു വെച്ചു. എങ്ങോട്ടാടി നീ വെച്ച് പിടിക്കുന്നത്? സാർ വിളിച്ചതും വാലാട്ടി ചെല്ലാൻ നിനക്ക് നാണമില്ലേ? ശ്വേതയുടെ ശബ്ദം ക്ലാസ് മുറിയിൽ മുഴങ്ങി. അനഘ തളർച്ചയോടെ പറഞ്ഞു. ശ്വേത, സാർ വരാൻ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് പോകുന്നത്. അല്ലാതെ എന്ത്? ശ്വേത ഇടക്ക് കയറി പറഞ്ഞു. നീ വിചാരിച്ചോ സാർ നിന്നെ കിട്ടുമെന്ന്? ഈ മധുരം ഞാൻ വിതരണം ചെയ്തത് വെറുതെയല്ല. ഞങ്ങളുടെ കല്യാണം വീട്ടുകാർ ആലോചിച്ചുറപ്പിച്ചതാ. നിന്നെപ്പോലെ ഒരു പിച്ചക്കാർക്ക് എൻ്റെ സിദ്ധാർത്ഥിൻ്റെ ജീവിതത്തിൽ ഒരു സ്ഥാനവുമില്ല. നീ വെറുമൊരു നേരം പോക്ക് മാത്രമാണ്. ചുറ്റും നിന്നവർ അടക്കം പറയാൻ തുടങ്ങി. അനഘയുടെ കണ്ണുകൾ അപ്പോഴും നിറഞ്ഞു തുളുമ്പി.